നമസ്കാരം. മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ മൂക്ക് ചെത്താൻ വേണ്ടി ചീറിപ്പാഞ്ഞു വന്ന SFIയെ അവിടെ നിൽ എന്നിപ്പോ കർണാടക ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട്. എവിടെ പോകുന്നു? എന്തെങ്കിലും ഒരു തിരക്കഥ ഉണ്ടായിക്കൊണ്ടുവന്ന് യാതൊരു തരത്തിലുള്ള തെളിവുകളും ഇല്ലാതെ അങ്ങ് തോന്നുംപടി കയറി യാതൊരു മനുഷ്യാവകാശവും ഇല്ലാതെ ചിലരുടെ മേൽ മാത്രം കുതിര കയറാം. അതിനൊറ്റ കാരണമേ ഉള്ളൂ, ഈ നാട്ടിൽ ഇടതുപക്ഷ നേതാക്കന്മാരുടെ മക്കൾക്കെതിരെയും കുടുംബത്തിനെതിരെയെല്ലാം കാലങ്ങളായി നടക്കുന്ന ഒരു പൊതു പരിപാടിയാണ്. കുറച്ചു കാലങ്ങൾക്ക് മുന്നേ ബിനീഷ് കോടിയേരിക്കെതിരെ ഇതുപോലെ കർണാടക കേന്ദ്രീകരിച്ച് ഒരു കഥയുണ്ടാകുന്നുണ്ട്. ആ കഥയുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ 1 വർഷം ജയിലിലടക്കുകയാണ്. കാര്യം അവിടെ നടന്ന ഒരു ലഹരി കേസുമായി ബന്ധപ്പെട്ട് ആ ലഹരി കേസിൽ ഇടപെട്ടവർക്ക് ഈ സാമ്പത്തിക സഹായം കൊടുത്തു. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ സുഹൃത്തുക്കളാണെങ്കിൽ ഈ കടം കൊടുപ്പ് കടം വാങ്ങിപ്പ് എന്നൊക്കെ പറയുന്ന പോലെ ഒരാൾക്ക് പണം അത്യാവശ്യം വന്നു, സുഹൃത്ത് എന്ന നിലയ്ക്ക് കൊടുത്തു. പക്ഷേ ഈ ഒരു സംഭവത്തെ ലഹരി കേസുമായി ബന്ധപ്പെട്ട് അതിൽ പണം ഇൻവെസ്റ്റ് ചെയ്തു എന്ന രീതിയിലാണ് ബിനീഷ് കോടിയേരി അറസ്റ്റ് ചെയ്തത്. ഈ അടുത്ത കാലത്ത് കർണാടക ഹൈക്കോടതി തന്നെ ഈ കേസ് സ്ക്വാഷ് ചെയ്ത് കളയുന്ന ഒരു സാഹചര്യം എത്തി. അപ്പോ 1 വർഷം ജയിലിലടച്ചത് എന്തിനെന്ന് ചോദിച്ചാൽ ഇപ്പോ സംഘികൾക്ക് അതിനെക്കുറിച്ച് സംസാരമില്ല. നമ്മുടെ രാഷ്ട്രീയ പ്രതിയോഗികളോടുള്ള വേട്ടയാടലെന്ന് അവർ സംസാരിക്കത്തുമില്ല. അതുപോലെയാണ് ഈ CMRL ബന്ധപ്പെട്ട് എക്സാലോജിക്കിന്റെ ഒരു കഥ പുറത്തു വരുന്നത്. 2020 ക്ലോസ് ചെയ്ത ഒരു കമ്പനിയാണ്. ആ കമ്പനിയുമായി ബന്ധപ്പെട്ട് ഒരു കഥ ഉണ്ടാക്കുകയാണ്. അതായത് ഈ കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള എല്ലാ മരപ്പാവകളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എതിർ രാഷ്ട്രീയ ചേരിയിലുള്ളവരെ എങ്ങനെയും പൊതുസമൂഹത്തിന്റെ മുന്നിൽ അധിക്ഷേപിക്കാനും അവരെ മോശക്കാരായി ചിത്രീകരിക്കാനും ഇതുപോലുള്ള പല തിരക്കഥകളും അരങ്ങേറുന്നുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, കേന്ദ്ര സർക്കാരിനെ തന്നെ നയിക്കുന്ന അമിത് ഷാജിയുടെ മകന് BCCIയിൽ നിയമനം കിട്ടുകയാണ്. ആ നിയമനം ഒരു ശരിയായ അർത്ഥത്തിലാണ് നടന്നിരിക്കുന്നത്. രാഷ്ട്രീയ നിയമനമല്ലേ? ആ രാഷ്ട്രീയ നില യാതൊരു കുഴപ്പമില്ല. പിൻവാതിൽ നിയമനം നടത്താം, അവർക്ക് മാത്രമേ നടത്താവൂ. കാര്യം ഈ രാജ്യം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ അപ്പന്റെ വകയാണെന്ന് ചിന്തിക്കുന്നവരാണ് കുറെ സംഘികൾ എന്ന് പറയുന്നത്. ആ സംഘികളുടെ കുടുംബത്തിലുള്ള ആർക്ക് വേണോ എവിടെ നിയമനം കൊടുത്താലും അതിനെ സംബന്ധിച്ച് ഒരു വേവലാതിയില്ല. ഞങ്ങളുടെ തീരെഴുതി കിട്ടിയ ഈ ഭൂമി അല്ലെങ്കിൽ ഈ രാജ്യം ഞങ്ങളുടെ കുടുംബക്കാർക്ക് മാത്രം എഴുതി പതിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ഞങ്ങളുടെ രാഷ്ട്രീയ ആശയങ്ങൾ മാത്രം പേറുന്നവർക്ക് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. അങ്ങനെയായിട്ട് ഇതിന് യാതൊരു ബന്ധവുമില്ല. അവർ സ്വന്തം നിലയ്ക്ക് ഒരു കമ്പനി നടത്തി ആ കമ്പനിയുടെ ഭാഗമായി 2 കമ്പനികൾ തമ്മിൽ ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കുന്നു. ആ എഗ്രിമെന്റിനെ തുടർന്ന് അവർ ചെയ്ത സേവനത്തിന് കൊടുത്ത പണത്തിന്, അതും റെക്കോർഡിക്കലി ബാങ്ക് അക്കൗണ്ട് വഴി GST IGST അടച്ച പണത്തിനും എന്തോ അതൊരു കള്ളപ്പണമാണെന്നുള്ള നിലയ്ക്കാണ് ഈ തരത്തിലുള്ള കോലാഹലങ്ങൾ നടത്തുന്നത്. വെറും കയ്യിൽ വാങ്ങിക്കൊണ്ടു പോയതല്ല, പക്ഷേ വാങ്ങിക്കൊണ്ടുപോയ മാധ്യമങ്ങൾ 16 കോടി മേടിച്ചിട്ടുണ്ട്. കുഴപ്പമില്ല, അവർക്ക് കൊണ്ടുപോകാന്നേ. ആ പണം എന്ന് പറഞ്ഞാൽ യാതൊരു തരത്തിലെ തെളിവില്ലെങ്കിലും അവർ കൊണ്ടുപോയി ഞണ്ണിയ പ്രശ്നമില്ല. കാര്യം അവർ നമുക്ക് വേണ്ടി കൂലിയെടുത്ത് നടത്തുന്നുണ്ട്. പ്രതിപക്ഷ കക്ഷിയിൽപ്പെട്ട രമേശ് ചെന്നിത്തല, ഉമ്മൻചാണ്ടി, കുഞ്ഞാലിക്കുട്ടി തുടങ്ങിയവര് ഈ പണം വാങ്ങിയെന്ന് സമ്മതിക്കുന്നുണ്ട്. അവർക്കും വാങ്ങാം. ഒരു പാർട്ടിയിൽ നിന്ന് പലരും വാങ്ങുകയാണ്. ഇബ്രാഹിം കുഞ്ഞുൾപ്പെടെയുള്ളവർ മേടിക്കുമ്പോൾ ലീഗിൽ നിന്ന് 2 പേര് മേടിക്കുന്നു, കോൺഗ്രസിൽ നിന്ന് ഉമ്മൻചാണ്ടി രമേശ് ചെന്നിത്തലയും മേടിക്കുന്നു. ഒരു പാർട്ടിയിൽ നിന്ന് 2 പേർക്ക് വേണ്ടി ഫണ്ട് മേടിക്കാൻ പറ്റും? പറ്റില്ലല്ലോ. അപ്പോ യഥേഷ്ടം കൈക്കൂലി എന്നുള്ള നിലയ്ക്ക് വാങ്ങിക്കൊണ്ടുപോയവരുടെ പണമെല്ലാം സാധൂകരിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറെ അമ്പലങ്ങൾക്ക് പണം കൊടുത്തിട്ടുണ്ട്. അമ്പലങ്ങൾക്ക് കൊടുക്കുന്ന അല്ലെങ്കിൽ ക്ഷേത്രങ്ങൾക്ക് കൊടുക്കുന്ന കള്ളപ്പണമല്ലേ? നികുതി അടച്ച് ശരിയായ രീതിയിൽ ഒരു ഇടപാടിന് പണം മേടിച്ചത് മഹാ അപരാധം. ആ നിലയ്ക്കുള്ള കേസിനാണ് ഇപ്പോൾ ഹൈക്കോടതി അവിടെ നില്ല്, ഈ തോന്നിവാസമൊക്കെ കാട്ടാൻ വരട്ടെ, ഒരു തീരുമാനം ഉണ്ടായിട്ട് ചെയ്താൽ മതി എന്നുള്ള തലയ്ക്ക്. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് എത്തി നിൽക്കുന്ന ഒരു സന്ദർഭമാണ്. വാർത്തകൾ സൃഷ്ടിക്കുക, വാർത്തകൾ ഉണ്ടാക്കി അവരിലൂടെ അവർക്കും മാർക്കറ്റ് കിട്ടണം, അവർക്കും പണം ഉണ്ടാക്കണം, നമുക്ക് ഗുണവും കിട്ടണം. ഇതിനു വേണ്ടിയുള്ള പ്രവർത്തനത്തിനെയാണ് തടഞ്ഞിരിക്കുന്നത്. അതിന് മാധ്യമങ്ങൾ ഇപ്പോൾ ഒരു ആശ്വാസം കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ ആശ്വാസത്തിന് നന്ദി. എന്തായാലും ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഇടതുപക്ഷ യുവജന നേതാവായിട്ടുള്ള അരുൺകുമാർ കൈരളി TVയോട് ഒരു അഭിപ്രായ പ്രകടനം നടത്തിയിട്ടുണ്ട്. കേൾക്കേണ്ടതാണ്. കമ്പനീസ് ആക്ട് പ്രകാരമുള്ള നടപടിക്രമങ്ങളാണല്ലോ ഒരു കമ്പനികൾക്കെതിരെ സ്വീകരിക്കാൻ കഴിയുക. ഇവിടെ ഏറ്റവും ആദ്യം കേരള ഹൈക്കോടതിയിൽ നിലനിന്ന ഒരു കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അഫയേഴ്സ് ഓഫ് ദി കമ്പനി സെക്ഷൻ 210 കമ്പനീസ് ആക്ട് പ്രകാരം അന്വേഷണം നടത്തണം എന്നുള്ള ഒരു പ്രയർ വെച്ചുകൊണ്ടുള്ള ഒരു റിട്ട് പെറ്റീഷനാണ് ശ്രീ ഷോൺ ജോർജ് കേരള ഹൈക്കോടതിയിൽ കൊടുത്തത്. അതിന്റെ വാദമധ്യേ എന്താണ് നടപടികൾ സ്വീകരിച്ചത് എന്ന് കമ്പനി കാര്യ മന്ത്രാലയം കോടതിയെ അറിയിക്കണമെന്ന് ഉള്ള ആവശ്യം ഉന്നയിച്ചു കോടതി. അപ്പൊ അതിനിടയിലാണ് 210 സെക്ഷൻ പ്രകാരമുള്ള അഫയേഴ്സ് ഓഫ് ദി കമ്പനി കാര്യങ്ങളെ കുറിച്ച് അന്വേഷിക്കാനുള്ള ഉത്തരവ് പാസാക്കിയത്. അത് 3 രജിസ്ട്രാർ ഓഫ് കമ്പനീസ് ആണ് അതിന് നേതൃത്വം കൊടുക്കാനായിട്ട് തീരുമാനമായത്. അത് ജനുവരി മാസം 14 തീയതിയാണ് 2024. അത് കഴിഞ്ഞ് 15 ദിവസം കഴിഞ്ഞപ്പോഴേക്കും വീണ്ടും ഒരു ഇൻവെസ്റ്റിഗേഷൻ സെക്ഷൻ 212 പ്രകാരമുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ ഉത്തരവുണ്ടായി. കേന്ദ്ര ഗവൺമെന്റ് ഉത്തരവിട്ടു. അതിനുണ്ടായിട്ടുള്ള കാരണം ശരിക്കും ആദ്യം ഹൈക്കോടതിയിൽ ഫയൽ ചെയ്ത റിട്ട് പെറ്റീഷനിൽ 210 പ്രകാരം അന്വേഷണം നടത്തണമെന്നുള്ള ആവശ്യമാണ് ഉണ്ടായിരുന്നത്.
ആ ആവശ്യം സ്വീകരിക്കപ്പെട്ടതിന് ശേഷം, അനുവദിക്കപ്പെട്ടതിന് ശേഷം സെക്ഷൻ 212 പ്രകാരം കൂടി അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ആ റിപ്പറ്റീഷന്റെ പ്രയർ ഭാഗം അമെൻഡ് ചെയ്യാൻ അപേക്ഷ സമർപ്പിക്കുകയും ആ അപേക്ഷ ഹൈക്കോടതി അനുവദിക്കുകയും അതിനെക്കുറിച്ച് കേന്ദ്രത്തിന്റെ ഒരു അഭിപ്രായം ആരായുന്ന സാഹചര്യം ഉണ്ടായി. അപ്പോൾ സാധാരണ ഒരു പ്രയർ ആവശ്യപ്പെട്ട റിപ്പറ്റീഷൻ ഫയൽ ചെയ്യുകയും ആ പ്രയർ അനുവദിക്കുകയും ചെയ്താൽ ആ റിപ്പറ്റീഷൻ കാലഹരണപ്പെട്ടു. ആ കാലഹരണപ്പെട്ടു എന്ന് ബോധ്യമായ കേസിലാണ് വീണ്ടും ഒരു സെക്ഷൻ കൂടി ഉൾപ്പെടുത്തണം എന്ന് പറഞ്ഞുള്ള ഒരു അമെന്റ്മെന്റ് പെറ്റീഷൻ വരികയും അത് കോടതി അംഗീകരിക്കുകയും വീണ്ടും വിശദീകരണം ആവശ്യപ്പെട്ടത്. ഇതിനിടയിൽ തന്നെയാണ് ജനുവരി മാസം 31-ന് സെക്ഷൻ 212 പ്രകാരം SFIOയെ കൊണ്ട് അന്വേഷണം നടത്താൻ വേണ്ടിയിട്ടുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചത്. അതിന് 8 മാസത്തെ കാലാവധിയും കൊടുത്തു. പിറ്റേ ദിവസം തന്നെ ഇൻവെസ്റ്റിഗേഷൻ ആരംഭിക്കുന്നത് നാം കാണുകയാണ്. സാധാരണ കമ്പനീസ് ആക്ടിന്റെ നിയമപ്രകാരം ഒരു അന്വേഷണം ആരംഭിച്ചാൽ ആ അന്വേഷണ നടപടികൾ പൂർത്തീകരിക്കാതെ അടുത്ത ഘട്ടത്തിലേക്ക് പോകാറില്ല. അപ്പോൾ ഒരേ സമയത്ത് 2 ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി അന്വേഷിക്കുന്ന തരത്തിലേക്കാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അപ്പൊ അതിനെ ചോദ്യം ചെയ്തിട്ടാണ് ശ്രീമതി വീണ ബഹുമാനപ്പെട്ട കർണാടക ഹൈക്കോടതിയെ സമീപിച്ചത്. ആ കേസിൽ ഇന്ന് വാദം കേട്ട് ഇടക്കാല ഉത്തരവിന് വേണ്ടിയിട്ട്, ഇന്ററിം ഓർഡറിന് വേണ്ടിയിട്ട് കേസ് മാറ്റുകയും വിധി പറയുന്ന വേണ്ടി മാറ്റുകയും അതിനിടയിൽ യാതൊരു തരത്തിലുള്ള കൊയർഷീവ് സ്റ്റെപ്സും പാടില്ല, തുടർ നടപടികൾ പാടില്ല എന്നുള്ള ഒരു ഇടക്കാല ഉത്തരവുമാണ് അനുവദിച്ചിട്ടുള്ളത്. ഏതായാലും അത് ഗൗരവമുള്ള കാര്യം തന്നെയാണ്. കാരണം കമ്പനീസ് ആക്ടിന്റെ നിയമപ്രകാരം വലിയൊരു വയലേഷൻ നടന്നിരിക്കുന്നു. 2 ഇൻവെസ്റ്റിഗേഷൻ ഒരേ സമയത്ത് ആരംഭിച്ച് തങ്ങളുടെ ഒരു രാഷ്ട്രീയ ലക്ഷ്യത്തിന് വേണ്ടി അത് പൂർത്തീകരിക്കുന്നു, മുന്നോട്ട് പോകുന്നു എന്നുള്ള ഒരു ആവശ്യമാണ് ഈ റിപ്പറ്റീഷന്റെ ഭാഗമായിട്ട് വന്നത്. അത് കോടതി വളരെ ഗൗരവത്തിൽ തന്നെ പരിഗണിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് തുടർ നടപടികളെല്ലാം കോടതി കേസ് വിധി വരുന്നത് വരെ തടഞ്ഞു വയ്ക്കുന്ന ഒരു നടപടിക്രമം ഉണ്ടായിട്ടുള്ളത്. അത് ഏതായാലും സ്വീകാര്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഇത്രയേ ഉള്ളൂ സംഭവം. അതായത് രാഷ്ട്രീയ വിരോധമാണെന്ന് ആരും പറഞ്ഞുകളല്ലേ. രാഷ്ട്രീയ വിരോധമൊന്നുമല്ല, അങ്ങനെ ചെയ്യുന്നവരല്ല സംഘപരിവാറുകാർ. സംഘപരിവാർ ഇങ്ങനത്തെ യാതൊരു തരത്തില നെറുകെട്ട പ്രവർത്തനം ചെയ്യാത്ത വളരെ മാന്യന്മാരായിട്ടുള്ളവരും മാതൃകാ പുരുഷന്മാരുമാണ്. ഈ രാഷ്ട്രീയക്കാരെ പണം കൊടുത്ത് പർച്ചേസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അവരുടെ സംവിധാനം ഉപയോഗിച്ച് വേട്ടയാടിക്കൊണ്ട് തകർക്കാൻ ശ്രമിക്കുക. അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പൊതുവെയുള്ള അവരുടെ ഒരു വിനോദമാണ്. അതിന്റെ ഒരു ഭാഗമായിട്ടാണ് വീണാ വിജയനെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ നാട്ടിലെ നിയമവ്യവസ്ഥകൾ വളരെ കൃത്യമായി കാര്യങ്ങളെ മനസ്സിലാക്കി ഇടപെടുന്നുണ്ടെന്ന് ബോധ്യപ്പെടുത്തുന്ന ഒരു സന്ദർഭമാണ്. നേരത്തെ കണ്ടില്ലേ, തോമസ് ഐസക്കിനെതിരെയും ഇതേ കാര്യം തന്നെയാണ്. അതിലും ഇന്നിപ്പോ ഹൈക്കോടതിയുടെ ഉത്തരവ് വന്നിട്ടുണ്ട്. ഒരു തെളിവും വേണ്ട, ഒരു ആരോപണം കൃത്രിമമായി സൃഷ്ടിച്ചുകൊണ്ടുവരിക, അതിന്റെ പേരിൽ ഞങ്ങളുടെ മരപ്പാവകളായിട്ടുള്ള കേന്ദ്ര ഏജൻസി ഉണ്ട്, അവരെ കൊണ്ട് കുറെ നാടകങ്ങൾ അങ്ങ് സൃഷ്ടിക്കുക, അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അപ്പപ്പോ മാധ്യമങ്ങളിൽ കൊടുത്ത് വാർത്തയാക്കുക. മാധ്യമങ്ങൾക്കും അന്നത്തെ ദിവസം കൊണ്ടുപോകാനായിട്ടുള്ള ഒരു എലമെന്റ് കിട്ടുന്നുണ്ട്. അവർക്ക് മുഖ്യമന്ത്രി ആയതുകൊണ്ട് വല്ലാത്ത തരത്തിലുള്ള ഒരു താല്പര്യം കൂടും. ആ ഒരു സംഭവത്തെ മുൻനിർത്തിക്കൊണ്ടുള്ള ചില രാഷ്ട്രീയ ഗിമ്മിക് നാടകങ്ങൾക്കാണ് കർണാടക ഹൈക്കോടതി ഇപ്പോൾ തടയിട്ടിരിക്കുന്നു എന്ന് വളരെ കൃത്യമായി പറയാം.